സോ നമ്മുടെ അനാലിസിസ് സെഷനിലേക്കുള്ള സ്വാഗതം. ഇന്നിപ്പോൾ കറൻ്റ്ലി നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്ത കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഫസ്റ്റ് പോവാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായ കണ്ടീഷൻ ഇവിടെയാണ്. ഈ ഒരു സോണിൽ നിന്ന് കണ്ടിന്യൂഷൻ ഇവിടെ LTF കൺഫർമേഷൻ ഇതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്താണ് മാർക്കറ്റ് ഗെയിം മേളിലേക്ക് പോകണം. സോ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വലിയ കാര്യമായിട്ടുള്ള മൊമെന്റം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഒരു പ്ലാനിലേക്ക് മാത്രം ഒരു നല്ല ഡിപ്പിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. ഏകദേശം 181 പോയിന്റ് മാത്രമാണ് മാർക്കറ്റിൽ നിന്ന് ടോട്ടലി മൂവ് ചെയ്തിട്ടുള്ളത്, കണ്ടോ. സോ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നമ്മുടെ പ്രോപ്പറായിട്ട് നമുക്ക് പ്ലാൻസ് ഒന്ന് മാറ്റാം. കാരണം എന്താണ്, ഇത് നമ്മൾ കഴിഞ്ഞ സിറ്റുവേഷനാണ്, വീക്കിലി സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളത്. മാർക്കറ്റിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടലി സ്ട്രക്ചറിലും പ്ലാൻസിലൊക്കെ നമുക്ക് എന്ത് വേണം, ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. സോ നോക്കാം നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ എല്ലാം ഞാനൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് 4 അവറിൻ്റെ കണ്ടീഷൻ എന്താണ്, കണ്ടോ. 4 അവറിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിനുള്ള ഇവിടെ വന്ന സമയത്ത് എന്താണ് ഒരു വീക്ക്നെസ് കാണാം. അപ്പോൾ ഒരു കറക്ഷൻ തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് എന്താണ് കൺഫർമേഷൻ്റെ ആവശ്യം അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 1 അവറിലേക്ക് ആദ്യം സ്വിച്ച് ചെയ്യാം. 1 അവറിൽ കറൻ്റ്ലി ഹോൾഡ് ചെയ്യുന്ന സോൺ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇന്റേണലി മാർക്കറ്റ് മൊമെൻറ്റം. നമുക്കൊരു ബൈയിങ് സോണായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും ഇവിടെയാണ്. ഓക്കെ, നേരത്തെ എടുത്തത് വെച്ചിട്ട് ഈ ഒരു ലെവലാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കേട്ടോ. 1 അവറിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കൊരു അടുത്ത ബൈയിങ് സോണായിട്ട് കൺസിഡർ ചെയ്യാം. സോ അവിടെ വരെ നിങ്ങൾക്ക് സെൽ ഓഫ് പ്ലാൻ ചെയ്യാം. കൺഫർമേഷൻ കിട്ടിയത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ പുതിയ ലെവൽസ്. നമുക്ക് ഇങ്ങോട്ടേക്കാണ് 1 അവറിൻ്റെ കണ്ടീഷനിൽ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് 1 അവറിൽ ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ട്, ബൈയിങ് സോൺ കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് 1 അവറിൻ്റെ കണ്ടീഷൻ. ഓക്കെ, സോ ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ രീതിയിലേക്ക് വന്നിട്ട് ഒരു കണ്ടിന്യൂഷൻ. ഇതാണ് നമുക്ക് 1 അവറിൻ്റെ പ്ലാൻ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിലൊരു ലെവലായിട്ട് പ്ലോട്ട് ചെയ്യുന്ന അപ്പോൾ LTF കൺഫർമേഷൻ ഇവിടെ നോക്കണം. നമുക്ക് 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ കണ്ടോ, 15 മിനിറ്റിൽ വളരെ വീക്കായിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഈ ഒരു മൊമെൻറ്റത്തിന് ശേഷം ഇവിടം വരെയുള്ള ഈ മൊമെൻറ്റത്തിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യാണ്, പിന്നെ ഇങ്ങോട്ടേക്കുള്ളത് നല്ല ടൈം എടുത്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ. നല്ല ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അഗെയിൻ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ട്രെൻഡ് ലൈൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ ഇവിടെ കംപ്ലീറ്റ്ലി ലിക്വിഡിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്താണ് പോകുന്നത്. സോ ഇത് ട്രാപ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ ഹൈ ആണ് കണ്ടോ. ഇങ്ങനെ വരാം, പക്ഷേ ഇത് ട്രാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ത്രൂട്ട് താഴേക്ക് പോകണമെന്നില്ല. ഈ ഒരു ലെവൽ എന്താണ്, നമ്മുടെ ബൈയിങ് ലെവലാണ്. സോ നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പറായിട്ട് ഒരു LTF കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴേക്കുള്ളതിൻ്റെ ഒപ്പം അതുപോലെ തന്നെ മുകളിലേക്കിൻ്റെ ഒരു കണ്ടിന്യൂഷനും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മനസ്സിലായോ. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് കൺസോൾട്ടേഷൻ ഒരു വോളിയത്തിൽ ബൈയിങ് മാർക്കറ്റിൽ നടക്കുന്നില്ല അല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 15 മിനിറ്റിൽ വരെ നമുക്ക് ഒരു 5 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും കണ്ടോ. 5 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ രാവിലെ ഈ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് മാർക്കറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തു. പ്രോപ്പറായിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് കണ്ടിന്യൂഷൻ ഹൈ ബ്രേക്ക് ചെയ്തതെന്ന് വെച്ചില്ല. അപ്പോൾ ബ്രേക്ക് ചെയ്തത് 15 മിനിറ്റിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം 15 മിനിറ്റിൽ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് കാണില്ല. അപ്പോൾ ഇങ്ങനത്തെ ബ്രേക്ക് ഔട്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻഡെക്സ് വെച്ചല്ലാതെ നമുക്ക് ഫ്യൂച്ചേഴ്സ് വെച്ചൊന്ന് കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മളുടെ മേജർ പ്ലാൻ നിങ്ങൾക്കറിയാം താഴെയാണ്, നമ്മൾ 1 അവറിൻ്റെ കേസ് താഴെയാണ്. സോ അതിലേക്ക് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു കൺഫർമേഷൻ എടുത്ത് നോക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു ബൈയിങ് നമുക്ക് ഇന്നത്തെ ദിവസം ബേസ് ചെയ്തിട്ട് നാളത്തേക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാനാണെങ്കിൽ ഇത് ഉണ്ടാവും. ഈ ഒരു ലെവൽ ഇവിടെ നിന്നാണ് ലാസ്റ്റ് മാർക്കറ്റ് പ്രോപ്പറായിട്ടുള്ളൊരു എന്ത് തന്നിട്ടുള്ളത്, പുഷ് തന്നിട്ടുള്ളത്. സോ ഇവിടെ ഒന്നും ബൈ ചെയ്യാനല്ല ഞാൻ പറയണത്, നമുക്ക് താഴേക്കുള്ള വ്യൂവിലേക്ക് ഒരു കറക്ഷൻ നമുക്ക് പ്ലാനിൽ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എടുക്കാനല്ല, ഇങ്ങനെ എടുക്കുന്ന ട്രേഡിൻ്റെ SL ആവുക എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ കൺഫർമേഷൻ താഴേക്കുള്ളതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ലെവൽ പ്ലോട്ട് ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഫ്യൂച്ചേഴ്സിൽ നോക്കിയിട്ടാണ് നമ്മൾ ശരിക്കും ബ്രേക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യേണ്ടത്. മനസ്സിലായോ. സോ ഇവിടെ പ്രോപ്പറായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴോ ഇൻഡെക്സിലേക്ക് വരുമ്പോൾ കാണില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ക്ലോസ് ഒക്കെ നമുക്ക് കൺഫേം ആയിട്ട് തരിക ആരായിരിക്കും, ഇൻഡെക്സ് ആയിരിക്കില്ല, ഫ്യൂച്ചേഴ്സ് ആയിരിക്കും. ഫ്യൂച്ചേഴ്സിൽ വേണം നമ്മൾ BOS ഒക്കെ കൺസിഡർ ചെയ്യാനും കൺഫേം ചെയ്യാനും.
സോ ഇന്നത്തെ കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് കറൻ്റ്ലി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം. അപ്പോൾ നാളത്തെ ഒരു ബൈയിങ് ലെവലായിട്ട് നമുക്കപ്പോൾ ആരെ കൺസിഡർ ചെയ്യാം? നമ്മൾ ഫ്യൂച്ചറിൽ നോക്കിയപോലെ തന്നെ ഈ ഒരു ലെവൽ കണ്ടോ. അപ്പോൾ നമുക്ക് മേജർ ആയിട്ടുള്ള പ്ലാൻ ഇവിടെ വരെയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? എപ്പോഴാണോ മാർക്കറ്റ് നാളെ വന്നിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ 1 മിനിറ്റിലെ സിനാരിയോ നോക്കാം. ഓക്കെ, നല്ല റേഞ്ചാണ് മാർക്കറ്റിൽ. ഇതിനുള്ളിൽ സ്ട്രക്ചർ നോക്കാന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവാനാണ് ചാൻസ്. റേഞ്ച് ആണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് എന്ത് ചെയ്യും? പുഷ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവും. ലിക്വിഡിറ്റി എന്തായാലും താഴെ ഉണ്ട്, അത് നമ്മുടെ മൈൻഡിൽ എന്തായാലും ഇരിക്കട്ടെ. കണ്ടോ, ഇവിടെ ആണെങ്കിലും ഇങ്ങോട്ടേക്ക് വരാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇത് 15 മിനിറ്റിൻ്റെ അഡീഷണലാണ്. ഇവിടെ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളൂ. 15 മിനിറ്റിൽ എനിക്ക് പറയാനുള്ളത് കറൻ്റ്ലി സിറ്റുവേഷനിൽ നമുക്ക് എപ്പോഴാണ് താഴേക്ക് എക്സ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ലെവലിൻ്റെ ലോയിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഈ പറയുന്ന ലെവലിൻ്റെ ലോയിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലെവലിലേക്ക് നമ്മൾ വ്യൂ എടുക്കാവുന്നതാണ്. മനസ്സിലായോ? ഈ ഒരു ലെവലിലേക്ക് നമുക്ക് വ്യൂ എടുക്കാവുന്നതാണ്. അതിന് ശേഷം ഇവിടെ LTF കൺഫർമേഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് കണ്ടിന്യൂഷനും നോക്കാവുന്നതാണ്. കണ്ടോ, ഈ രീതിയിലേക്ക് കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാവുന്നതാണ്. സോ ഇവിടുത്തെ സിറ്റുവേഷൻ നാളെ എഗെയിൻ ഇവിടുന്ന് കണ്ടിന്യൂഷൻ ആണ് മാർക്കറ്റ് തരികയാക്കി നമുക്ക് വെയിറ്റ് ചെയ്യണം. മനസ്സിലായോ? കാരണം ഇത്രയും ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ മാർക്കറ്റ് ഗ്രാബ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. മനസ്സിലായോ? ഇവിടെയൊക്കെ എന്താണ്? ഫ്യൂവൽ ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളിവിടെ ബൈ ചെയ്യാണ്. ബൈ ചെയ്യുമ്പോൾ ഇവിടെ താഴെ എന്താണ്? സെൽ ഓർഡേഴ്സ് ഉണ്ടാവും. എഗെയിൻ ഇവിടെ ബൈ ചെയ്യാണ്. താഴെ എന്ത് സ്റ്റോപ്പ് ലോസ് ഓർഡർ വരാം? സെൽ ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷന് മാർക്കറ്റിനെ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ സെല്ലിങ് ഓർഡേഴ്സ് അവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഈ സെൽ ഓർഡേഴ്സ് കറൻ്റ്ലി ഹോൾഡ് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള കണ്ടീഷൻ ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. പക്ഷെ നമുക്കതിന് കൺഫർമേഷൻ ഇപ്പോൾ വേണ്ടത് 52,000 എന്നുള്ള ഈ സോണിന് താഴെ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് നമുക്കിവിടെ കൺഫർമേഷൻ ആവുന്നുള്ളൂ. അതിനുശേഷം റീടെസ്റ്റിലേക്കുള്ള പ്ലാൻ ഞാൻ ടെലിഗ്രാമിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ടെലിഗ്രാമിൽ ഇന്നിപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. പറയാത്ത വേറെ ഒന്നുമല്ല, നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് 2 വീഡിയോ, വീക്കിലി സ്റ്റോക്കിൻ്റെ ഇതിൻ്റെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്ലാനിലേക്ക് ആകെ ഇന്ന് വന്നിട്ടുള്ളത് റിലയൻസ് ആണ്, പ്രോപ്പർ എൻട്രി പോയിന്റിൽ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കുക, അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിൽ എന്താണ് അപ്ഡേറ്റ്സ് വരുന്നത്, ഈ അനാലിസിസ് ബേസ് ചെയ്തിട്ട് വരുന്ന അപ്ഡേറ്റ്സ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കാണാത്തവരാണെങ്കിൽ പ്രീവിയസ് വീക്കിലി അനാലിസിസിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നോക്കുക. സോ ഇന്നത്തെ കണ്ടീഷനിലാണെങ്കിലും വേറെ പ്ലാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പ്ലാനുകൾ ഉള്ള സമയത്താണ് നമുക്ക് എക്സിക്യൂഷൻ കാര്യങ്ങൾ പറയേണ്ടത് ആയിട്ട് വരാം. അപ്പോൾ ഞാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറൊന്നും പറയുന്നില്ല. നമ്മൾ വെറുതെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കവിടെ പ്ലാൻ വരട്ടെ, നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ. സോ ഇവിടെയൊക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്ലാനിലേക്ക് നിങ്ങൾ എക്സിക്യൂഷൻസ് നോക്കാം. ഇവിടെ എല്ലായിടത്തും നോക്കേണ്ടത് കൺഫർമേഷൻ ആണ്. നമുക്ക് ആ ഒരു മാർക്കറ്റ് അങ്ങോട്ട് വന്ന സിനാരിയോയിൽ നമുക്ക് ഇനി അതിന് എങ്ങനെയാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് പോവാം. അപ്പോൾ നിഫ്റ്റി നമ്മൾ പറഞ്ഞ ബൈയിങ് ലെവൽ ഇവിടെയാണ് അല്ലേ. ഇവിടെ നിന്നൊരു ഡൗൺ സൈഡ് വന്ന് എഗെയിൻ ഈ ഒരു സോണിൽ നിന്ന് കണ്ടിന്യൂഷൻ ഉണ്ടാവുക. ഇതാണ് നമ്മൾ നിഫ്റ്റിയുടെ കേസിൽ പറഞ്ഞത്. പറയുന്ന പോലെ നിഫ്റ്റിയും നല്ല രീതിയിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു അക്യുമുലേഷൻ സ്റ്റേജിലാണ് നിഫ്റ്റിയുടെ കേസ്. 1 അവറിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 5 മിനിറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ പോലും നിഫ്റ്റി ഇന്നത്തെ കണ്ടീഷനിൽ നോക്കിക്കേ, ഇങ്ങോട്ട് ഒരു 1 ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. സോ നല്ല അക്യുമുലേഷനാണ്. നമുക്ക് നോക്കാം എന്താവും കണ്ടീഷൻ നോക്കാം. സോ ഇവിടെ മേജറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എവിടെയാണ്, ഏത് ലെവലാണ് നോക്കാം. സോ നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂച്ചേഴ്സിലേക്ക് വന്നിട്ട് വേണം ബ്രേക്ക്ഔട്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഈ ഒരു ബ്രേക്ക്ഔട്ട് എങ്ങനെയാണ്, ക്യാൻഡിൽ ക്ലോസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് നോക്കാം. നമുക്ക് നിഫ്റ്റി ഫ്യൂച്ചറിലേക്ക് പോവാം. നിഫ്റ്റി ഫ്യൂച്ചറിൽ കണ്ട ആ ഒരു ക്യാരക്ടർ കറക്റ്റായിട്ട് വരുന്നുണ്ടോ? യെസ്, അവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടി അഗ്രസീവാണ്. സോ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുക ഫ്യൂച്ചേഴ്സാണ്. ഓക്കെ, എഗെയിൻ ഇതാണ് മേജറായിട്ട് ഇപ്പോൾ കറൻ്റ്ലി പറയാനുള്ളൊരു ബൈങ്സ്. അങ്ങോട്ടേക്ക് വന്നിട്ട് മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്ത് നിൽക്കുകയാണ് കറൻ്റ്ലി 15 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ നമുക്ക്. അപ്പോൾ ഇനി നിഫ്റ്റി താഴേക്ക് വരണം അല്ലേ, താഴേക്ക് നമ്മളുടെ പ്ലാനിലേക്ക് വരണമെങ്കിൽ ഈ ലെവലിനെ, ഈ റേഞ്ചിനെ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ഇത് നമ്മൾ ഫ്യൂച്ചറാണ്, നമുക്കത് ഇൻഡെക്സിലേക്ക് കണക്ട് ചെയ്യാം. എത്ര മണിക്കാ? 24/15 13-ാം തീയതി. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം.
എവിടെയാണ് ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എക്സ്പെക്റ്റേഷൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഈ ഒരു സോണിൽ നിന്ന് ഈ ഒരു ഹൈ അല്ലേ, ആ ഒരു ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല. സോ അത് തന്നെയാണ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലാൻ നമുക്ക് ഇവിടെ നോക്കാം. പക്ഷേ പ്ലാനിൽ കൺഫർമേഷൻ ഏത് ലെവൽ ബ്രേക്ക് ചെയ്താലാണ് ഡൗൺ സൈഡിലേക്ക് നോക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഈ പറയുന്ന ലെവലെ ഈ ലെവലിനെ ക്രോസ് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു പ്ലാനിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇവിടെ നിന്നൊരു ഡൗൺ സൈഡ് ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് നോക്കാവുന്നതാണ്. സോ ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്താണ്, അഗെയിൻ കണ്ടിന്യൂഷൻ. ഓക്കെ, ഈ ഒരു ലെവലിലേക്ക് കണ്ടിന്യൂഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മനസ്സിലാവും. സോ ഇതിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇംബാലൻസസ് ഉണ്ട്. നമുക്ക് ഇവിടെ വരെയാണ് ടാർഗറ്റ് ചെയ്യുന്ന ഫസ്റ്റ് കണ്ടീഷൻ. 2 ബൈങ് സോൺ ഒന്ന് താഴെയുണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന ട്രേഡ് നോക്കാം. നമുക്ക് എന്നിട്ട് ഇവിടെ വരുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, LTF കൺഫർമേഷൻ നോക്കിയിട്ട് വേണം നമ്മളിവിടെ ട്രേഡ് എൻ്റർ ചെയ്യാൻ. അതേപോലെ ഇവിടുത്തെ LTF കൺഫർമേഷൻ ആണ് സ്റ്റിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സോണിൽ LTF അല്ല, ഈ ഒരു സോണിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടീഷനിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് നല്ലൊരു സെൽ ഓഫ് സോണിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് നമുക്ക് ആ ഒരു സിനാരിയോ വരുന്ന സമയത്ത് പ്ലോട്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് കറൻ്റ്ലി സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാം എന്താവും എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നിഫ്റ്റിയുടെ ലെവൽസും ബാങ്ക് നിഫ്റ്റിയുടെ കറൻ്റ്ലി ലെവൽസും ഇതാണ്. സോ നമ്മൾ ഓപ്ഷൻ ബൈസ് ആണ്. നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്, വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലാവും. ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ ട്രേഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ലാതെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വെയിറ്റ് ചെയ്യേണ്ടടുത്ത് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ട്രേഡ് എടുക്കുക. ഇന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിക്കുക. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല മാർക്കറ്റിൽ. ഇല്ലാത്ത സാധനം ഞാൻ ഉണ്ടാക്കി ഒരിക്കലും മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസിന് മാത്രം കയറാം അല്ലേ. പ്രീവിയസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല എൻട്രീസും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ചില ആഴ്ചകളിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല. ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ അതിനുവേണ്ടി പോകണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, നിങ്ങൾക്ക് ഇനി സ്റ്റോക്സിൽ ഇൻട്രാഡേ നോക്കാം, സ്വിങ്സിലേക്ക് സ്ക്രീനർ വെച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അങ്ങനെ എന്തോരം കാര്യങ്ങൾ മാർക്കറ്റിൽ ചെയ്യാനുണ്ട്. സോ എല്ലാ ദിവസവും ഓപ്ഷൻ തന്നെ ചെയ്യാമെന്നല്ല, ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ മാത്രം ഓപ്ഷനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അതാണ് എനിക്കാകെ പറയാനുള്ള കാര്യം. എല്ലാവരും നോക്കാം, വർക്കൗട്ട് ചെയ്യാം. സ്റ്റോക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് അനലൈസ് ചെയ്ത് തരാം. സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഗ്രൂപ്പിലിടാം. ഏതൊക്കെയാണ് ഇപ്പോൾ റിലയൻസ് മാത്രമാണ് നമ്മൾ പറഞ്ഞ പ്രകാരം വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റോക്ക് അഗ്രസീവ് ആവാത്തതുകൊണ്ട് തന്നെ എന്താണ് കുറേ കാര്യങ്ങൾ നടക്കാറുണ്ടല്ലേ. നോക്കിക്കേ, റിലയൻസിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ലെവലിലേക്ക് വന്നതും അവിടെ നിന്ന് ഇപ്പോൾ ഒരു ചെറിയ പുഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാവും, ഇത് ടാർഗറ്റിലേക്ക് കിട്ടില്ല എന്നുള്ളത്. സോ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആക്സസിൻ്റെ കണ്ടീഷൻ, ആക്സസ് പിന്നെയും പുഷ് ചെയ്തിട്ടുണ്ട്. സോ ഇതിവിടെയും ചേഞ്ചസ് ഉണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ ടെലിഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. ICC ഓക്കെ, ICC സ്റ്റിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പുഷ് തന്നു നിൽക്കുകയാണ്. ഓക്കെ 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 നമ്മൾ ഈ പറയുന്ന ലെവലിലേക്ക് രാവിലെ ICC ടാപ്പ് ചെയ്തതിന് ശേഷമാണ് പുഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബൈക്കിംഗ് സോൺ പറഞ്ഞിട്ടുള്ളത്. LTF അവിടെ നിന്ന് കറക്റ്റായിട്ട് ICC പോയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കണ്ടോ, ICC പ്രോപ്പറായിട്ട് ഇവിടെ ഒരു 16-ാം തീയതി നമ്മൾ ഇവിടെ നിന്നാണ് 1 മിനിറ്റ് കൺഫർമേഷൻ എടുത്തിട്ട് ഈ ഒരു കണ്ടീഷൻ വന്നത്. സോ അവിടെ നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം ICC ക്രിയേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടല്ലേ. ഏകദേശം ICC എത്ര പെർസെൻറ്റേജ് മൂവ് ചെയ്തു? ICC ഏകദേശം 1.4% മൊമെൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇതിനെ നമ്മളൊന്നും കൂടെ റീവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ് നടന്നതെന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ നടണം. HDFC നല്ല സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് കറൻലി നോക്കുകയാണെങ്കിൽ കേട്ടോ. HDFC നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ ഒരു ട്രേഡിലായിരുന്നു. നമ്മൾ പറഞ്ഞ പ്ലാൻ പ്രകാരമാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട്. സോ HDFC നല്ലൊരു പുഷാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ബ്രേക്ക്ഔട്ട് നമ്മൾ ഈ ഒരു ലെവൽ മറക്കണ്ട, ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് HDFC. അതുകൊണ്ട് തന്നെ അടുത്ത ഡിപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ സ്വിങ്ങിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. ഫണ്ടമെൻറ്റൽസും കൂടെ വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്തു. HDFC സ്ട്രോങ് ആണ്, ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആണ്, എല്ലാവരും സ്ട്രോങ് ആണ്. അപ്പോൾ കറക്ഷൻ വന്ന സമയത്ത് എല്ലാവരും കറക്ഷൻ വരും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടിന്യൂഷൻ നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറയുന്ന കണ്ടീഷൻ നോക്കാം. സ്റ്റോക്കുകളൊക്കെ അഗ്രസീവായിട്ടുള്ളൊരു ബൈയിങ് നടക്കുന്നില്ല. എല്ലാവരും കഷ്ടപ്പെട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഫ്യൂവൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയുള്ളൂ. അക്യുമുലേഷൻ സ്റ്റേജിലാണ് മാർക്കറ്റ്. നമുക്ക് അപ്പോൾ ഈ പറയുന്ന പ്ലാൻ എല്ലാവരും നോക്കി വെക്കുക.
ഈ പറഞ്ഞ ഇന്നത്തെ ലെവൽസ് കാര്യങ്ങളെല്ലാവരും പ്ലോട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസത്തിൽ ഈ ഒരു കണ്ടീഷനിൽ, അപ്പോൾ ഇന്നത്തെ ഒരു ഇതാണ് നമ്മുടെ മേജർ പ്ലാൻ എങ്കിലും ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇന്നത്തെ കണ്ടീഷൻ ഇത്രേ ഉള്ളൂ അല്ലേ. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഇവിടെ ഇതിനെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം നാളെ നമുക്ക് നോക്കാം. അതിനുള്ള പ്ലാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ എല്ലാവരും നോക്കാം. അപ്പോൾ അത്രയ്ക്കുള്ള അതേപോലെ നമ്മളുടെ വെബിനാറിൻ്റെ കാര്യം മറക്കണ്ട. നമ്മൾ ഈ നെക്സ്റ്റ് സൺഡേ ആണ് വെബിനാർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കമ്മ്യൂണിറ്റി ലിങ്ക്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും വെബിനാറിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നാളത്തെ മാർക്കറ്റ് എങ്ങനെയാവും എന്നുള്ളതും നമ്മളുടെ ഈ പ്ലാനിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ് ഇനി കൊണ്ടുവരാനുള്ളത്, അല്ലെങ്കിൽ അതിൽ എക്സിക്യൂഷൻസ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ആ ഡയറക്ഷനിൽ വന്നാലാണ് അതിൻ്റെ എക്സിക്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെയുള്ളൂ. എന്തായാലും നമുക്ക് നാളെ കാണാം. സോ അതുവരെ ഇറ്റ്സ് മൈ വിജയ് സൈനിങ് ഓഫ്.